ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഗോതമ്പ് പൊടിയും മുട്ടയും കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതിലേക്ക് ആദ്യം തന്നെ ഒരു മസാലക്കൂട്ട് തയ്യാറാക്കുന്നുണ്ട്. അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലപോലെ ചൂടായി വന്ന സമയത്ത് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 3 സബോള കട്ട് ചെയ്തതും, ഒരു തക്കാളിയും, 2 പച്ചമുളകും, വെളുത്തുള്ളി ഇഞ്ചി ഒന്നിച്ച് ചതച്ചതും, മല്ലിയിലയും കറിവേപ്പിലയും, പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതിലേക്ക് 1/4 സ്പൂൺ അളവിൽ പെരിഞ്ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, അടുത്തതായി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഓരോരുത്തർക്കും എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഈ ഒരു സ്പൂണിന് 1 സ്പൂൺ അളവിലാണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ആ ഒരു ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് കുഴഞ്ഞു വരട്ടെ. ഇപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് നോക്കുമ്പോഴേക്ക് ഈ ഒരു രീതിയിൽ നന്നായിട്ട് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഞാൻ 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. ഈ മുട്ട ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ മുട്ടയിലും കൂടെ മസാല ഒന്ന് പിടിച്ചു കിട്ടാനായിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 1-2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഫ്ലെയിം കൂട്ടി വെക്കരുത്. ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേവിക്കുന്നത്. ഇതെല്ലാം വെന്ത് കിടക്കുന്നതുകൊണ്ട് ഇനി ഒരുപാടിട്ട് വേവിക്കണമെന്നില്ല. 1-2 മിനിറ്റ് മാത്രം ഒന്ന് വേവിച്ചെടുക്കുക. കാരണം ഈ ഒരു മുട്ടയിൽ മസാല പിടിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഈ ഒരു കൂട്ട് വെന്ത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. അടുത്തതായി ഇതിലേക്ക് വേണ്ടുന്ന മാവാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതിനായിട്ട് ഇവിടെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 250 ml കപ്പിന്റെ അളവിൽ 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗോതമ്പ് പൊടിക്ക് പകരം മൈദയിൽ ചെയ്തെടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് ഈ മാവൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് ഇതിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കുഴച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിന്റെ അളവിന് 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് കുഴച്ച് നോക്കുന്നുണ്ട്. പോരാന്നുണ്ടെങ്കിൽ മാത്രം ബാക്കി ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഘട്ടം ഘട്ടമായിട്ട് ഒഴിച്ചു കൊടുക്കുക. ആദ്യം തന്നെ ഒന്നിച്ച് ഒഴിച്ചു കൊടുത്താൽ അതിൻ്റെ പരുവം തെറ്റിപ്പോവും. 1 കപ്പ് വെള്ളത്തിൽ കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഒരുപാട് ലൂസും ആവരുത്, നല്ല ടൈറ്റും ആവരുത്. കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഈ ഒരു ബൗളിൽ തന്നെ വെച്ച് കുഴച്ചിട്ടെടുത്തു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പിലോ അല്ലാന്നുണ്ടെങ്കിൽ പരന്ന പാത്രത്തിലോ വെച്ചിട്ട് കുഴച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതിൽ നിന്ന് മാവ് ഇതുപോലെ 2 പീസാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇനി ഈ 2 ബോൾസിൽ നിന്നും ഓരോന്നും കൂടെ ഇതുപോലെ എടുക്കുന്നുണ്ട്. 4 ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. ഒരുപാട് വലിപ്പം വേണ്ട. ഈ ഒരു വലിപ്പത്തിലാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. കൈകൊണ്ടൊന്നുകൂടെ ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ബോർഡിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതൊരു സ്ക്വയർ ഷേപ്പിലാണ് പരത്തിയെടുക്കുന്നത്. ആ ഒരു ഷേപ്പിൽ പരത്തിയെടുക്കുക. നല്ല നൈസാക്കി പരത്തണമെന്നില്ല, കുറച്ച് കട്ടിയിരുന്നോട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ആ ഒരു മസാല നടുഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലേക്ക് മല്ലിയിലയുടെ മണം ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ചിട്ട് കൊടുക്കാം. അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ആദ്യം ഈ മാവിൻ്റെ ഇതുപോലുള്ള 2 അറ്റം ഒന്ന് മടക്കി കൊടുത്ത ശേഷം ഈ ഒരു അറ്റവും കൂടെ മടക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഏത് വലിപ്പത്തിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഒന്ന് മടക്കി ഇതുപോലെ ആക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ പീസ് ആക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ആക്കി കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. വളരെ കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് എണ്ണയിൽ മുങ്ങി കിടന്ന് വേവരുത്. അപ്പോൾ ഇതിൻ്റെ മസാലയൊക്കെ പുറത്തു പോകും. ഇതുപോലെ വളരെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. സ്കൂൾ വിട്ടു വരുന്ന കുട്ടികൾക്കോ നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക.
ഇതുപോലെ ഞാനിപ്പോൾ ഇവിടെ എല്ലാം ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതാ ഗോതമ്പ് പൊടിയും മുട്ടയും കൊണ്ടുള്ള നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം റെഡിയായി കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.